കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ യുവാക്കളിൽ ഹൃദയാഘാതം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് കോവിഡിന്റെയും വാക്സിനേഷന്റെയും അനന്തരഫലമാണെന്ന വാദങ്ങളുമുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പഠനത്തിനും ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. യുവാക്കളിൽ ഹൃദയാഘാതം കൂടുതലായി കണ്ടുവരുന്നതിന്റെ പ്രധാന കാരണം തെറ്റായ ജീവിതശൈലിയും ഭക്ഷണശീലങ്ങളുമാണെന്ന് ഡോക്ടർമാർ പറയുന്നു. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിച്ച നമ്മുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിലൂടെ യുവാക്കളിൽ ഹൃദയാഘാതം തടയാൻ നമുക്ക് ചെയ്യാവുന്ന 7 പ്രധാന കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിലേറ്റവും ആദ്യത്തേത് ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കുക എന്നുള്ളതാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പ്രോട്ടീനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ഉൾപ്പെടുന്ന സമീകൃതാഹാരം കഴിക്കണം. സംസ്കരിച്ച ഭക്ഷണങ്ങൾ, മധുരമുള്ള പാനീയങ്ങൾ, പൂരിതവും ട്രാൻസ് ഫാറ്റുകളും കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുന്നത് ഒഴിവാക്കുകയോ നന്നായി ക്രമീകരിക്കുകയോ ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യമായി പറയുന്നത് വ്യായാമമാണ്. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾ നടത്തണം. ജോഗിങ്, നീന്തൽ, സൈക്ലിംഗ് തുടങ്ങിയ ഹൃദയ സംബന്ധമായ വ്യായാമങ്ങൾ കൂടുതലായി ചെയ്യണം. ഹൃദയമിടിപ്പ് കൂട്ടുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പുകവലി ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പുകവലി ഹൃദയാഘാത സാധ്യത നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. പുകവലിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒഴിവാക്കുന്നതിനായി പരിശ്രമിക്കണം. ഇതിനായി ആരോഗ്യ വിദഗ്ധരുടെ സഹായമോ ലഹരി വിമുക്തി ചികിത്സയോ തേടുകയോ ചെയ്യുന്നതും ഉചിതമാണ്. മറ്റൊരു പ്രധാന കാര്യം മദ്യപാന നിയന്ത്രണമാണ്. അമിതമായ മദ്യപാനം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും. അതിനാൽ മദ്യപാനം ഉപേക്ഷിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യണം. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സമ്മർദ്ദം നിയന്ത്രിക്കലാണ്. വിട്ടുമാറാത്ത സമ്മർദ്ദം ഹൃദ്രോഗത്തിന് കാരണമാകും. വ്യായാമം, ധ്യാനം, യോഗ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പിന്തുണ തേടുന്നത് പോലുള്ള സമ്മർദ്ദം നിയന്ത്രിക്കാൻ ആരോഗ്യകരമായ വഴികൾ തിരഞ്ഞെടുക്കണം. മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ശരീരഭാരം നിയന്ത്രിക്കലാണ്. അമിതഭാരം ഹൃദയത്തെ ആയാസപ്പെടുത്തുകയും ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സമീകൃതാഹാരം പിന്തുടരുകയും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ ശരീരഭാരം ആരോഗ്യകരമായി നിലനിർത്താനാകും. ഏറ്റവും അവസാനത്തെ ഒരു കാര്യം രക്തസമ്മർദ്ദവും കൊളസ്ട്രോളിന്റെ അളവും നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ്. ഉയർന്ന രക്തസമ്മർദ്ദവും കൊളസ്ട്രോളിന്റെ അളവും ഹൃദയാഘാതത്തിനുള്ള അപകട ഘടകങ്ങളാണ്. ഡോക്ടറുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഇവ രണ്ടും പതിവായി പരിശോധിക്കുകയും നിയന്ത്രിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ തേടുകയും ചെയ്യണം. യുവജനങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ യുവാക്കളിൽ ഉണ്ടാകുന്ന ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ പറഞ്ഞ 7 കാര്യങ്ങൾ കൃത്യമായി പാലിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള നിരവധി ഇൻഫർമേറ്റീവ് വീഡിയോസിനായി വിദ്യാ സഫാരിയുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് ഹാൻഡിലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.